عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദുകൾ നിറഞ്ഞ സദസ്സിൽ വിശിഷ്ടരായ കാരണവന്മാർ, പിഞ്ചുമക്കൾ, സഹോദരിമാർ, ഉമ്മബന്ധന്മാർ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു മതപഠന ക്ലാസ്സിൽ ഒത്തൊരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെ ഓരോരുത്തരും. നാം ഇവിടെ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും, നാം പറയുന്നതും കേൾക്കുന്നതുമായ ഓരോ ഇൽമുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും പുണ്യം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാം പാരായണം ചെയ്ത ഹദ്ദാദ് റാത്തീബ് കുറ്റമറ്റ രീതിയിൽ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ മിസ്ല സവാബ് കൊണ്ട് നാം അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ എന്തെല്ലാം പാപപ്പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ അതൊക്കെയും അല്ലാഹു വിട്ട് മാപ്പാക്കി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെയൊക്കെ പരിപൂർണമായ മിസ്ല സവാബിന് നമ്മിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, ഉറ്റവർ, ഉടയവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ, അയൽപക്ക ബന്ധങ്ങളിലുള്ളവർ, നമ്മൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട സൗഹൃദത്തിൽ നിന്ന് നടിച്ച ആളുകൾ, കൂടെ നിന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഭക്ഷണം നൽകിയവരുണ്ട്, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കുമുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായി ആമുഖങ്ങൾ പറഞ്ഞുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള മനുഷ്യരിൽ നിന്ന് എല്ലാ ന്യൂനതകളും തീർത്തുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ഭൂമി ലോകത്ത് സന്തുഷ്ടമായി ജീവിക്കാനുള്ള അവസരം നമുക്ക് നൽകി. മക്കൾ നൽകി, സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ നൽകി, വീട് നൽകി, വാഹനം നൽകി, എല്ലാം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങോട്ട് നിയോഗിച്ചതിൽ നിന്ന് തിരിച്ച് റബ്ബിലേക്ക് നമ്മൾ എന്താണ് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഓരോ രാത്രിയുടെ ആരാമങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പായി നമ്മൾ ചിന്തിക്കേണ്ട വിശേഷമാണ്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി നമ്മൾ എന്താണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. കേവലം ഒരു നമസ്കാരം, അതല്ലെങ്കിൽ ഒരു നോമ്പ്, അതല്ലെങ്കിലും ഒരു സകാത്ത്, ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ്, ഇത് മാത്രം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെയും ഒരുപാട് ഉപാധികളുണ്ട്. ഹജ്ജിന് ഉപാധിയുണ്ട്, നോമ്പിന് ഉപാധിയുണ്ട്, സകാത്തിന് ഉപാധിയുണ്ട്. എന്നാൽ ഒരു ഉപാധിയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ബാധ്യതയാക്കപ്പെട്ടതായ കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്, കടമയാണ് 5 വക്ത് നമസ്കാരം എന്നുള്ളത്. ആ 5 നമസ്കാരത്തിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ, ആ 5 നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിൽ വരുന്നതായ പാകപ്പിഴവുകൾ തിരുത്തുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നസ്സലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. ഖുർആന്റെ അധ്യാപനമാണ് ഇന്നസ്സലാത്ത, തീർച്ചയായും നിസ്കാരം എന്നുള്ളത്, കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, സമയം നിർണയിച്ച, മൗഖൂത്ത് നിർണയിച്ച ഫറദ് നമസ്കാരങ്ങൾ, സമയം നിർണയിച്ചതായ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അല്ലാഹുവിൽ വിശ്വസിച്ച, അന്ത്യനാളിൽ വിശ്വസിച്ച ഓരോ മുഅ്മിനിന്റെയും പേരിൽ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്നേഹത്തോടെ വിളിച്ചിട്ട്. സൂറത്തുൽ
മുനാഫിഖൂൻ 9-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്നേഹത്തോടെ നമ്മളോട് പറയുകയാണ്, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹ് പറയുന്നു, ലാ തുഹ്ലികും, നിങ്ങൾക്ക് തടസ്സമാവരുത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത്, വഅംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, വഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് തടസ്സമാവാൻ പാടില്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്ന തൊട്ട്, അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ദിക്രില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ സ്വലവാത്തുൽ ഖംസി, അത് 5 വക്ത് നമസ്കാരമാണ്. ആ 5 വക്ത് നമസ്കാരം നിലനിർത്തുന്നതിന് തടസ്സമാകുന്ന സമ്പത്ത് നിനക്കുണ്ടാവരുത്. 5 നമസ്കാരം നിലനിർത്താൻ നിനക്ക് തടസ്സമാകുന്ന സന്താനങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിന്റെ നൈമാനുഷ്യമായ എല്ലാ മേഖലയും ഈ 2 സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് സമ്പാദിക്കണം, എന്തിനു വേണ്ടി? മക്കളെ പോറ്റണം, മക്കൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണം, കുടുംബജീവിതം റാഹത്താവണം. ഇതാണല്ലോ ഓരോ മനുഷ്യനും ഏത് തൊഴിൽ ചെയ്യുമ്പോഴും, ഏത് മണലാന്നത്തിൽ കൂട്ടുകുടുംബങ്ങളെ വിട്ടുകൊണ്ട് അധ്വാനിക്കുമ്പോഴും, ഏത് മഴയത്തും വെയിലത്തും മഞ്ഞത്തും എല്ലാം പകവെച്ചുകൊണ്ട്, മഴ പ്രശ്നമല്ല, വെയിൽ പ്രശ്നമല്ല, മഞ്ഞ് പ്രശ്നമല്ല, തണുപ്പ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമില്ലാതെ അധ്വാനിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമ്പാദ്യം മുഴുവനും അതിനു വേണ്ടിയിട്ടല്ലേ? ഈ ദുനിയാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റാഹത്തുള്ളത് അവന്റെ കുടുംബജീവിതം റാഹത്താവുക. അതിന് തടസ്സമാകുന്നതൊന്നും നമ്മുടെ മുമ്പിൽ വില പോവുകയില്ല. ആ റബ്ബാണ് നമ്മളോട് പറയുന്നത്, ആ കുടുംബം, ആ സമ്പത്ത് ഒരിക്കലും നിനക്ക് എന്താവരുത്? 5 വക്ത് നമസ്കാരം, ആ നമസ്കാരം നിലനിർത്തുന്നതിന് നിനക്ക് തടസ്സമാവരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് അതിന്റെ ശേഷം പറയുന്ന വേറെന്താണെന്നറിയുമ്പോ, ഇനി അങ്ങനെ തടസ്സമായാൽ നീ എന്തുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താതിരുന്നത്? നിന്റെ ജോലി ആവശ്യമാർത്ഥമാണോ? നിന്റെ ബിസിനസ് ആവശ്യമാർത്ഥമാണോ? നിന്റെ മക്കൾ കാരണമാണോ? എന്നാൽ അതുണ്ടല്ലോ, ഇത് ഈ പ്രവൃത്തി നിന്നിൽ സംഭവിച്ചു പോയാൽ, നിനക്ക് തടസ്സമായി കഴിഞ്ഞാൽ, ആ വിഭാഗമാണ് നിങ്ങളിൽ നിന്ന്, അവരിൽ നിന്ന് ഏറ്റവും പരാജിതർ എന്ന് പരിശുദ്ധ ഖുർആൻ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാ ഹു. അപ്പോൾ നിസ്കാരം, ഈ നിസ്കാരം വിട്ടു ഒരു കളിയില്ല. നോമ്പ് നോക്കണമെങ്കിൽ ഉപാധികളുണ്ട്, രോഗമാണ്, നോമ്പ് നിർബന്ധമല്ല. സകാത്ത്, സാമ്പത്തികമില്ല, സകാത്ത് നിർബന്ധമല്ല. ഹജ്ജ് പോകാൻ കഴിവില്ല, നിർബന്ധമല്ല. പക്ഷേ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഏതൊരു മുഅ്മിനിനും, മുകല്ലഫായ ഏതൊരു മുഅ്മിനിനും ആ നിസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. മാത്രമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഹാക്കിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അവ്വലു മാ ഇഫ്തറല്ലാഹു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നിസ്കാരവും നോമ്പും സക്കാത്തും സഹായിക്കലും സ്വതക്കയും മറ്റുള്ളത്. ഒരുപാട് അമലുകൾ, നിർബന്ധമായ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്, സുന്നത്തായ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്. അതിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അസ്സലവാത്തുൽ ഖംസു, 5 വക്ത് നമസ്കാരമാണ്. ആദ്യമായിട്ട് നമുക്ക് നിർബന്ധമാക്കപ്പെട്ട അമല് അത് 5 വക്ത് നമസ്കാരമാണ്. മാത്രമല്ല, അവ്വലു മാ യുർഫഉ മിൻ അമാലിഹിം സ്വലാത്തുൽ ഖംസ്, ആദ്യമായി നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ ആദ്യമായി ഉയർത്തപ്പെടുന്നത്, ആദ്യമായി അല്ലാഹു സ്വീകരിക്കുന്നത് അതും 5 വക്ത് നമസ്കാരമാണ്. 5 വക്ത് നമസ്കാരം, നിസ്കാരമല്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതെന്റെ മാന.
ആദ്യമായിട്ട് അല്ലാഹു സ്വീകരിക്കുന്ന നിസ്കാരമാണ്. മാത്രമല്ല വഅവ്വലു മാ യുസ്അലൂന അൻ അഅമാലിഹിം സ്വലവാത്തുൽ ഖംസൂൻ. നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സദഖ നൽകിയിട്ടുണ്ട്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, വീടില്ലാത്തവന് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, വാഹനമില്ലാത്തവന് വാഹനം നൽകിയിട്ടുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവന്റെ രോഗചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, ശാരീരികമായി സഹായിച്ചിട്ടുണ്ട്, മാനസികമായി അടുപ്പം കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതം നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം അവരുമായി റബ്ബ് നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ഹിസാബിന്റെ സമയത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്ന അമല് അസ്സലവാത്തുൽ ഖംസു, 5 വക്ത നമസ്കാരമാണ്. നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിക്കണോ? അസ്ർ നിസ്കരിച്ചിക്കണോ? മഗ്രിബ് നിസ്കരിച്ചോ? ഇശാ നിസ്കരിച്ചോ? സുബഹി നിസ്കരിച്ചു? നിസ്കാരത്തെ കുറിച്ച് ആദ്യത്തെ ചോദ്യം. പിന്നെ ബാക്കിയൊക്കെ ഉള്ളൂ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ഉമ്മമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ശബ്ദം ശ്രദ്ധിക്കുന്ന നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടത് ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന അമലുകൾ നമ്മളറിയാതെ നമുക്ക് കിട്ടുന്ന എത്രയോ പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം നമുക്ക് വേണം. പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ നിസ്കരിച്ചു വന്നു, അമൽ ചെയ്തു വന്നു, പള്ളിയിൽ വന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, ആ പല്ലവി അങ്ങനെ തുടർന്നിങ്ങനെ പോരുന്നു. അതിനപ്പുറത്തൊക്കെ നമുക്ക് നോട്ടമില്ല, ഇപ്പുറത്തൊക്കെ നോട്ടമില്ല. നമ്മളാ പോണ റോട്ട് കൂടെ എങ്ങനെ പോവാണ്. ഇതിന് ശരിയേത്, തെറ്റേത്, ഫർളേത്, സുന്നത്തേത്, കറാഹത്തേത് ഇതൊന്നും നമുക്ക് നിശ്ചയമല്ല. നമ്മളെ ചെയ്യുന്ന അമലുകളിൽ എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കുണ്ടാകുന്ന പല സംശയ നിവാരണങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അപാകതകൾ തീർക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വിഷയം തന്നെ നമ്മൾ വെച്ചത്. നിസ്കാരത്തിൻ്റെ ശർത്തുകളാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു അവലോകനമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചെറിയ ശുദ്ധിയും വൈശുദ്ധിയും ഉയർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഷറത്ത്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വിശദീകരിച്ചു. രണ്ടാമത്തെ ഷറത്താണ് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 കാര്യം കൂടിയാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ഉണർത്താനുള്ളത്. 1, നിസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. 1, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2, നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക. 3, ഔറത്ത് മറക്കുക. 4, കിബിലക്ക് മുന്നെടുക്കുക. 5, നിത്യ അശുദ്ധിയുള്ളവൻ സമയമായി അറിയുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രൂപത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ഉണർത്തുകയുണ്ടായി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ പല ഉമ്മമാരും പല സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിരുന്നു. ആ സംശയ ദൂരീകരണം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ബാക്കി ക്ലാസ്സിൽ ആ ഒരു ലിസ്റ്റ് ഉണ്ട്, അവിടുത്തെ ആ ബക്കറ്റിൽ കുറേ ചോദ്യങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ 3ാമത്തെ ഷറത്താണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. ഔറത്ത് മറക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ നിസ്കാരത്തിൻ്റെ 3ാമത്തെ ഫറള് ഔറത്ത് മറക്കുക എന്നല്ല. ഔറത്ത് മറക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 തരം ഔറത്തുകളാണ് നമുക്കുള്ളത്. ഒന്ന് നിസ്കരിക്കുന്ന സമയത്ത്, മറ്റൊന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, മറ്റൊന്ന് അന്യ സ്ത്രീ പുരുഷന്മാരുടെ സമയത്ത്, അല്ലേ? 4 തരം ഔറത്തുകൾ നമ്മൾ ഇതിനെ വിശദീകരിക്കാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന സമയമാണെങ്കിലും, നിസ്കരിക്കുന്ന സമയമാണെങ്കിലും, അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലാണെങ്കിലും
പുരുഷന് ഒരേ ഒരു ഔറത്തേ ഉള്ളൂ, മുട്ടുപുക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം. പക്ഷെ പുരുഷൻ വസ്ത്രം ധരിക്കുമ്പോൾ പ്രധാനമായും നിസ്കരിക്കുന്നതായ നമ്മൾക്ക് ചില കറാഹത്തുകൾ വരാറുണ്ട്. ഏറ്റവും നല്ല നിസ്കരിക്കുന്ന സമയത്ത് വെള്ളവസ്ത്രം ധരിക്കലാണ്. ഈ വെള്ളവസ്ത്രം ധരിക്കുമ്പോൾ തന്നെ നെരിയാണിക്ക് താഴെ നമ്മുടെ തുണി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് നെരിയാന്റെ താഴെ ചെയ്യാൻ പാടില്ല, തുണി പോകാൻ പാടില്ല. ഇത് ആണുള്ള ഷർത്താണ്. അതുപോലെ തന്നെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അരയുടുപ്പ് കൊണ്ടാണ് പുക്കളും മറയ്ക്കേണ്ടത്, മുട്ടും മറയ്ക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ഫാൻ ഇട്ട് പള്ളിയിലേക്ക് വരും. ഈ ഫാനിന് പ്രത്യേകത ഉണ്ട്, ഇത് ഊരമ്മല നിൽക്കുള്ളൂ, മേലക്ക് കയറൂല. അപ്പൊ പുക്കൾ എന്താവില്ല, ഫാൻ്റെ കൊണ്ട് മറയില്ല. പുക്കൾ കൊണ്ട് ഫാൻറ് മറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും തൻ്റേതല്ലാത്ത പ്രവൃത്തി കൊണ്ട് അവൻ്റെ വസ്ത്രം നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയായി കഴിഞ്ഞാൽ നിസ്കാരം ശരിയാകൂല. അപ്പൊ ഫാനിട്ട് നിസ്കരിക്കുന്ന കുട്ടികൾക്ക് എന്താവണം, പുക്കളിൻ്റെ മേലൊക്കെ എന്താണ് ഫാൻ കയറ്റിയെടുക്കണം, തുണി അങ്ങനെ തന്നെ. അതല്ലെങ്കിൽ എന്താണ്, ഇന്നർ വെയർ, ഉള്ളിലിരുന്ന ബനിയൻ ഉണ്ടല്ലോ, ഈ ബനിയൻ എന്താവണം, ഫാൻ ഇൻഷെയ്ഡ് ചെയ്യണം. അത് തുന്നപ്പെട്ട വസ്ത്രമായിട്ട് അത് പരിഗണിക്കപ്പെടും. അങ്ങനെയല്ലെങ്കിൽ ആ നമസ്കാരം സ്വഹിയാകൂല. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണ് ഔറത്തിന്റെ വിഷയത്തിൽ. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ ഔറത്ത്. നമുക്കറിയാം, സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഔറത്ത് എന്നുള്ളത് മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരം മുഴുവനുമാണ് സ്ത്രീയുടെ ഔറത്ത്. അന്യപുരുഷന്മാർക്കിടയിൽ ശരീരം മുഴുവനാണ്. ഇനിയോ ഇതേപോലെ തന്നെയാണ് സ്ത്രീകൾ നിസ്കാരത്തിന് വസ്ത്രം ധരിക്കുന്ന സമയത്ത് പലപ്പോഴും കൈ എന്ന് പറയുന്നത് ഈ മണിബന്ധം മുതലാണ് കൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മറയൽ എന്താണ്, നിർബന്ധമാണ്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ബട്ടൺസുള്ള കുപ്പായൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ ഉമ്മമാര് നിസ്കാര കുപ്പായം എന്നൊരു കുപ്പായം ഉണ്ടാകും, ഒരു വെള്ള കുപ്പായൊക്കെ. അതിങ്ങനെ ഇടക്കിടക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഇടക്ക് തിരുമ്പും ഉജാലൊക്കെ മുക്കി എടുത്തു വെക്കും. പിന്നെ 2 ആഴ്ച ഇങ്ങനെ പയനങ്ങൾ മുടക്കി നടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. കേവലം ചുരുട്ടി മടങ്ങി കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല തേച്ച് മിനിക്ക് നല്ല വസ്ത്രത്തെ നമ്മൾ പോകും. നിസ്കരിക്കാനും മദ്രസക്ക് വരുമ്പോഴോ ആ ഒരു മെസ്സിൻ്റെ ജേഴ്സിയും ആ ഒരു ട്രാക്സൂട്ടിൻ്റെ പാൻറ്റും ഇതാ പലപ്പോഴും ഉണ്ടാവുക അല്ലേ. നിസ്കരിക്കുന്ന സമയത്താണ് പുതുമാരൻ കല്യാണ പന്തലിലേക്ക് മണിയറയിലേക്ക് ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങി തയ്യാറാവേണ്ട സമയമാണ് നിസ്കാരം. കാരണം എന്താ, നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ആയത്താണ് വമാ ഉമിറൂ, നിങ്ങളോട് കൽപ്പിച്ചിട്ടേ ഇല്ല, വേറൊരു പണിയില്ല, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നല്ലാതെ മറ്റൊരു പണിയും ഒരു മനുഷ്യനും ഇല്ല. എങ്ങനെയായിരിക്കണം, മുഖ്ലിസായിരിക്കണം, വളരെ നിഷ്കളങ്കയോടെ ആയിരിക്കണം. മുഖ്ലിസീനോടുകൂടി അങ്ങേയറ്റത്തെ കീഴ്വണക്കത്തോടുകൂടി, അവിടെ മറ്റൊരു ചിന്തയില്ല, തൻ്റെ റബ്ബും നമ്മളും മാത്രമുള്ള അഭിമുഖ സംഭാഷണമാണ്. വളരെ കീഴ്വണക്കത്തോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുവാനല്ലാതെ മറ്റൊരു പണിയും ഒരു മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹു കൽപ്പിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു, ഇതാണ് യഥാർത്ഥ മതം എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ബാക്കിയൊക്കെ ഇതിന്റെ ഇൻവോയ്ഡാണ്. നമുക്ക് ജോലിക്ക് പോകണം, മക്കളെ പോറ്റണം, യാത്ര ചെയ്യണം, വീട് വേണം, വാഴ വേണം, നാട്ടുകാർ വേണം, അയൽപക്ക ബന്ധങ്ങൾ വേണം, രാഷ്ട്രീയം വേണം, എല്ലാം വേണം. ഇതൊക്കെ ഈ വമാമി അമറു ഇല്ലാതിന്റെ ഉള്ളിലായിരിക്കണം.
നമ്മളൊരാളോട് സംവദിക്കുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇടപഴകുന്നുണ്ടെങ്കിൽ, സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, സൗഹൃദങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ, ഇത് മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എല്ലാം പുണ്യമുള്ളതായിരിക്കണം. പുണ്യമില്ലാത്ത ഒന്നുമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അതിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഏതാ? 5 വക്ത് നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമറ്റ രീതിയിൽ അത് നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും പുരുഷൻ എന്താവണം? മുട്ടുപൊക്കിന്റെ ഇടയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. അത് തന്നെ നമ്മുടെ ഉപ്പമാരൊക്കെ, ചില ഉപ്പമാരൊക്കെ നമ്മൾ കാണാൻ ഫുൾ കൈയൊക്കെ ഇട്ടുണ്ടാകും. എന്നിട്ട് വസ്ത്രം മടക്കി വെക്കും. നിസ്കരിക്കുന്ന സമയത്ത് വസ്ത്രം മടക്കി വെക്കൽ എന്താണ്? കറാഹത്താണ്. കബീറാനെ പറ്റിയിട്ടല്ല കേട്ടോ, നിങ്ങളൊന്നും പറ്റിയിട്ടല്ല. അത് ചില ഉപ്പമാരൊക്കെ അങ്ങനെ ഉണ്ടാകും. ഫുൾ കൈയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും? നിസ്കരിക്കുന്ന സമയത്ത് വസ്ത്രം ചുരുട്ടി വെക്കലത് കറാഹത്താണ്. ഇല്ലാതെ ലറൂറത്തിന്റെ അവസരത്തിൽ ഒഴികെ. കാരണം വസ്ത്രത്തിന് കൈ ഒരുപാട് നീളുണ്ട്, തണ്ടകൈ കാണുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ഈ മണിബന്ധം വരെ എന്ത് ചെയ്യാം? മടക്കി വെക്കാം. അത് ലറൂറത്തിന്റെ ഹാലാണ്. അല്ലെങ്കിൽ പാൻറ് കുറെ നീളുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം? നെരിയാണി കാണുന്നത് വരെ മടക്കി വെക്കാം. അതിനപ്പുറത്ത് കാരണം എന്താ? നിസ്കാരത്തിന്റെ ഒരു ശുഭത്തിൽ പെട്ടതാണെന്ത്? നിസ്കാരം ശരിയാകാൻ അനിവാര്യമാണെന്ത്? നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പൊ നെരിയാണ്ട് മുകളിലായിരിക്കണം. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ തുണി എന്താണ്? പുക്കളിന്റെ മുകളിലാണോ? അതുപോലെ നെരിയാണ്ട് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് കയറ്റിയെടുക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ പുരുഷൻ കഴിവിന്റെ പരമാവധി ടൈറ്റിൽ വസ്ത്രം ഒഴിവാക്കലാണ് നല്ലത്. ടൈറ്റിൽ വസ്ത്രം കറാഹത്തും ഹറാമൊന്നുമില്ല, ഒഴിവാക്കലാണ് നല്ല. അഫ്ളിയത്ത് എന്താണ്? ലൂസ് വസ്ത്രം ധരിക്കൽ, ഇറുകിയ വസ്ത്രം ധരിക്കൽ പുരുഷൻ എന്താണ്? ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ സ്ത്രീക്കോ ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്തുമാണ്. അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീക്ക് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീക്ക് കറാഹത്താണ്, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. അതുപോലെ തന്നെയാണ് പുരുഷന് പട്ട് ധരിക്കൽ പുരുഷന് ഹറാമാണ്. പട്ട് ധരിച്ചുകൊണ്ട് നിസ്കാര സമയം ധരിക്കാൻ പറ്റില്ല, എല്ലാ സമയത്തും ധരിക്കാൻ പറ്റില്ല. എന്നാലോ മറ്റൊന്നുമില്ല, പട്ടുവസ്ത്രം മാത്രമല്ലെങ്കിലോ പട്ട് ധരിച്ച് നിസ്കരിക്കുന്ന നിർബന്ധമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നിസ്കരിച്ചാലൊന്നുമില്ല അറിയാണ്ട് ഇരിക്കാൻ പാടില്ല, പട്ട് നിസ്കരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. അത് ആണായാലും പെണ്ണായാലും നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. വൃത്തിയിൽ വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ്. ആ ഇല്ലെങ്കിൽ നല്ലത് ധരിക്കലോ അത് സുന്നത്തുമാണ്. എന്നാൽ സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ കാര്യത്തിൽ നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ സ്ഥലവുമാണ് സ്ത്രീയുടെ ഔറത്ത്, നമുക്കറിയാമല്ലോ. എന്നാൽ അന്യ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ സമൂഹത്തിൽ ഇടപഴകുന്ന ആളുകളാണ്. അന്യപുരുഷന്മാർ ഇപ്പോൾ കുറച്ച് കൊറോണ കാലത്ത് കുറേയൊക്കെ മെച്ചമുണ്ടായിരുന്നു. ഈ മാസ്ക് വന്നുകൊണ്ട് ഹിജാബിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ ഈ മാസ്ക് വന്നപ്പോൾ ഹിജാബിടാൻ തുടങ്ങിയ ഒരു അമ്മമാരുണ്ട്. അതിന് ശേഷം ഹിജാബിടാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് തരുന്നവരുണ്ട്. എൻ്റെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ നമ്മൾ കല്യാണം മറ്റൊക്കെ പോകുമ്പോൾ ഏത് ജോലിയാണെങ്കിലും ഒക്കെ അന്യ പുരുഷന്മാരുമായി ഇടപഴകുന്ന സ്ഥലത്തൊക്കെയും സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ശരീരം മുഴുവനുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പന, സ്ത്രീ ശരീരത്തിൽ നിന്ന് നഖമോ മുടിയോ എന്ത് കൊഴിഞ്ഞാലും അത് മറവ് ചെയ്യൽ നിർബന്ധവുമാണ്. ഇവിടെ ചോദ്യം വന്നെന്ന് തോന്നുന്നത്, സ്ത്രീയുടെ ശരീരത്തിൽ എന്ത് കൊഴിഞ്ഞു വീണാലും, കാരണം നഖം ഔറത്താണ്, തലമുടി ഔറത്താണ്, മറ്റുള്ള രോമങ്ങളെല്ലാം ഔറത്താണ്. അപ്പൊ എന്ത് കൊഴിഞ്ഞു വീണാലും അത് മറവ് ചെയ്യൽ നിർബന്ധമാണ്. പുരുഷന്റെ തലമുടിയോ താടിയോ മറ്റുള്ളതായ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു വീണാൽ അത് മറവ് ചെയ്യൽ സുന്നത്താണ്, മറവ് ചെയ്യാതൊരു കറാഹത്താണ്. എന്നാൽ ഗുഹ്യരോമം മറവ് ചെയ്യൽ എന്താണ്? പുരുഷനും നിർബന്ധമാണ്, കാരണം അത് ഔറത്തിലാണ്. അപ്പൊ ഔറത്തിലുള്ളതായ രോമങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അത് മറവ് ചെയ്തിരിക്കണം. എന്നാൽ പുരുഷന്റെ നഖം, താടി, മീശ ഇതൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുഴിച്ചിടൽ നിർബന്ധമല്ല. എങ്കിലും എന്താണ്? കുഴിച്ചിടല് സുന്നത്ത, മറവ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ചില ഉമ്മമാര് സംശയം ചോദിച്ചിരുന്നു, ഈ ഹൈളുള്ള സമയത്ത്, നിഫാസ് ഉള്ള സമയത്ത് ഉസ്താദേ നമുക്ക് വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ നഖം മുറിക്കാൻ പറ്റുമോ എന്നുള്ളത്. അശുദ്ധിക്കാരനായ ഒരാൾ
അത് ജനാബത്ത് കൊണ്ടാവട്ടെ, അതല്ലെങ്കിൽ ഹൈദ് നിഫാസ് കൊണ്ടാവട്ടെ, ഇവർക്കൊക്കെയും നഖം മുറിക്കൽ ഹറാമില്ല. ഉമ്മമാർ നല്ലോണം മനസ്സിലാക്കണം, നഖം മുറിക്കൽ ഹറാമില്ല, കറാഹത്താണുള്ളത്. എന്നാൽ നിഫാസ് പോലോത്ത ചില ഉമ്മമാർക്ക് 40 ദിവസം 60 ദിവസം വരെ നിഫാസ് ഉണ്ടാകും പ്രസവം കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ദീർഘമായ അശുദ്ധിയിലുള്ള ആളുകൾക്ക് അത് കറാഹത്തും ഇല്ല. എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നിത്യാശുദ്ധിയുള്ളവർക്ക് അശുദ്ധിക്കാരൻ ജനാബത്തുള്ള ആൾ ഫർള് നിസ്കാരം നിർബന്ധം. എന്നാൽ ഹൈദ് രക്തം മുറിയുമ്പോഴാണ് ജനാബത്തുകാരിയാകുക, നിഫാസ് രക്തം മുറിയുമ്പോഴാണ് ജനാബത്തുകാരിയാകുക. നിഫാസും ഹൈദൊക്കെ ഉള്ള സമയത്ത് അവർ ഉള്ളത് അശുദ്ധിയിലാണുള്ളത്. ഈ അശുദ്ധിയിലുള്ള സമയത്ത് ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയതോ അതല്ലെങ്കിൽ മനഃപൂർവ്വം മുറിച്ചതോ ആയ സാധനങ്ങൾ അതും സ്ത്രീകൾ എന്താവണം, മറവ് ചെയ്യണം. എന്നാൽ അശുദ്ധി തീരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോയതായ സാധനങ്ങൾ നെയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ അശുദ്ധി തീർത്തുന്നത് കേൾക്കിയാണ്ട് മറവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ പെണ്ണ് ഇപ്പോഴും എന്തിലാണുള്ളത്? അശുദ്ധിയിലാണുള്ളത്, ഹൈദിനാണുള്ളത്, നിഫാസിലാണുള്ളത്. ഹൈദ് തീർന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മുടി കൊഴിയുന്നത്. കുളിച്ചിട്ടില്ല അതിന് മുന്നേ. ആ സമയത്താണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ട് അതിനെ വൃത്തിയാക്കിയിട്ട് മറവ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആർത്തവമുണ്ടായി 2 ദിവസം കൊണ്ട് ശുദ്ധിയായി 3 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തം പുറപ്പെട്ടാൽ അത് ആർത്തവമാണോ? അതിനിടയിൽ ഇബാദത്തുകൾക്ക് പ്രതിഫലമുണ്ടോ? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ഹൈള് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത് ചുരുങ്ങിയത് 1 ദിവസമാണ്. സാധാരണഗതിയിൽ 6-7 ദിവസമാണ്. അധികരിച്ചാൽ 15 ദിവസമാണ്. അപ്പൊ സാധാരണഗതിയിൽ ഈ സ്ത്രീക്ക് 6-7 ദിവസം ഉണ്ടാകുന്ന ഒരു ഹൈദുകാരിയായ പെണ്ണാണെങ്കിൽ അങ്ങനെ സാധാരണ 6-7 ദിവസം കഴിഞ്ഞപ്പോൾ രക്തത്തിന്റെ അടയാളമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആരായി? ജനാബത്തുകാരി. ഇനി കുളിച്ച് ശുദ്ധിയാവൽ അവൾക്ക് അനിവാര്യമാണ്. അങ്ങനെ കുളിച്ച് ശുദ്ധിയായ ഒരു നിസ്കാരം തുടങ്ങി 2 വക്തൊക്കെ നിസ്കരിച്ച് 3ാമത്തെ വൈകുന്നേരം നോക്കുമ്പോൾ വീണ്ടും രക്തം വന്നിട്ടുണ്ടെങ്കിൽ അവൾ ആര് തന്നെയാണ്? ഹൈദുകാരി തന്നെയാണ്. അപ്പോൾ അവൾ ഈ കുളിച്ച് നിസ്കരിച്ച ഈ നിസ്കാരങ്ങൾക്ക് പ്രതിഫലമുണ്ട്, അവൾക്ക് ആ സമയം നിസ്കരിക്കുന്ന നിർബന്ധവുമാണ്. പക്ഷെ അതിനുശേഷം വീണ്ടും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവൾ ഹൈദുകാരിയാണ്. എത്ര ദിവസം വരെ? ഈ 15 ദിവസത്തിനിടയ്ക്ക് എപ്പോൾ കണ്ടാലും അവൾ ആര് തന്നെയാണ്? ഹൈദുകാരിയാണ്. ആ സമയത്ത് പിന്നെ നിസ്കാരവും മറ്റുള്ള കർമ്മങ്ങളൊന്നും നിർബന്ധമില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ 15 ദിവസം കഴിഞ്ഞിട്ടും എന്തിന് രക്തത്തിന് വരുന്നുണ്ട്? ഇപ്പൊ സാധാരണഗതി ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കണം, സാധാരണഗതിയിൽ 6-7 ദിവസം ഹൈദുണ്ടാകുന്ന പെണ്ണിന് അവൾ ശുദ്ധിയായി കുളിച്ചു ഫ്രഷായി അങ്ങനെ നിസ്കാരവും മറ്റുള്ള ഖുർആൻ പാരായണമൊക്കെ തുടങ്ങി പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം അവൾക്ക് എന്തുണ്ടായി? വീണ്ടും രക്തം കണ്ടു കഴിഞ്ഞാൽ അവൾ അതെന്തായി പരിഗണിച്ചു? ഹൈദ് തന്നെയാണല്ലോ. കാരണം ഹൈദിന്റെ കൂടിയ കാലാവധി 15 ദിവസമാണ്. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് രക്തം നിൽക്കുന്നില്ല. അങ്ങനെയൊക്കെ വരാട്ടോ, ഉമ്മമാർക്ക് പരിചയമുണ്ടെന്നറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 15ാമത്തെ ദിവസത്തിന് ശേഷം വരുന്ന രക്തം ഹൈദല്ല, അതിന് ഇസ്തിഹാലത്ത് എന്ന് പറയും, രോഗരക്തം എന്നാണ് പറയുക. അപ്പൊ ഈ 15ാമത്തെ ദിവസം മുതൽ ആ രക്തം കാണുന്നുണ്ടെങ്കിൽ അവളുടെ കാറ്റഗറി മാറി. അത് ഇനി ആരാണ്? നിത്യാശുദ്ധിക്കാരിയാണ്, ഹൈദുകാരിയല്ല. ഇതെല്ലോണം ശ്രദ്ധിക്കേണ്ട മസലയാണ്. പലപ്പോഴും നമുക്കൊക്കെ ഒരു പ്രയാസം വരുന്ന അതല്ലെങ്കിൽ അപാകത സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ഹൈദുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ചില പെണ്ണുങ്ങൾ ഡേറ്റ് നോക്കൂല, അത് കണ്ടെന്ത് ചെയ്യും, പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും, പിന്നെ തുടർച്ച ചെയ്താണ്. പിന്നെ കുറെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് വിളിച്ചു, പിന്നെ 10 ദിവസം കഴിഞ്ഞ് വീണ്ടുണ്ടായ 15 ഡേറ്റ് ഉണ്ടാവില്ല. ഇതിപ്പോ നേരത്തായപ്പോ അങ്ങനെ ഡേറ്റ് ശ്രദ്ധിക്കാത്ത വിഷയമുണ്ടോ? പ്രത്യേകിച്ച് പെൺമക്കളുള്ള ഉമ്മമാര് ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. കാരണം മക്കൾക്ക് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ന്യൂജൻ ജനറേഷന്റെ കാലഘട്ടമാണ്. തീരെ ശ്രദ്ധയില്ലാത്ത അതല്ലെങ്കിൽ പിന്നെ ആ വിഷയവുമായിക്കൊണ്ട് ഇസ്ലാമികപരമായിട്ട് തീരെ നോട്ടമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ചോദിച്ച 1ാമത്തെ ചോദ്യത്തിന് മറുപടി, ഹൈദ് രക്തം മുറിഞ്ഞതായി കണ്ടു കഴിഞ്ഞാൽ അവൾ എന്താവണം? ശുദ്ധിയാവണം.
ശുദ്ധിയായിക്കൊണ്ട് ഇബാദത്തുമായി ധന്യമാണ്. വീണ്ടും ഈ 15 ദിവസത്തിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്ന രക്തം കാണുന്നതെങ്കിൽ അത് ഹൈദായിട്ട് പരിഗണിക്കണം. അപ്പൊ ഇവിടെ വേറൊരു സംശയമുണ്ട്. ഒരു പെണ്ണിന് സാധാരണ 6-7 ദിവസം ഹൈദുണ്ടായി, പിന്നെ ഹൈദ് കഴിഞ്ഞിട്ട് 15 ദിവസമാണല്ലോ ശുദ്ധി വേണ്ടത്. 15 ദിവസം ആയിട്ടില്ല, 10 ദിവസമായിട്ടാണ് എന്ത് ചെയ്തത് രക്തം കണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചിലപ്പോൾ ഹൈദാവാൻ സാധ്യത ഉണ്ടാക്കാരം എന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഈ 15 ദിവസം ഈ ഹൈദ് രക്തം മുറിഞ്ഞ് കൃത്യമായ 15 അഥവാ രാവും പകലും മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. റമദാനിൽ അസറിന് ശേഷം ആർത്തവമല്ലാത്ത അസുഖം കാരണം രക്തം പുറപ്പെട്ടാൽ ആ നോമ്പ് സഹിയാകുമോ എന്നുള്ളതാണ്. ഈ ആർത്തവമല്ലാത്ത സമയത്ത് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തം തന്നെയാണോ? രക്തം പുറപ്പെടൽ നോമ്പുകളിലെ കാരണത്തിൽപ്പെട്ടതല്ലല്ലോ. നേരെ മറിച്ച് ഉണ്ടാക്കി ഛർദ്ദിക്കുക അതല്ലെങ്കിൽ മനിയ പുറപ്പെടുക എന്ന കാരണം കൊണ്ട് നോമ്പ് മുറിയും. രക്തം പുറപ്പെടൽ കൊണ്ട് നോമ്പ് മുറിയുന്ന സാഹചര്യം. അപ്പോൾ ആർത്തവമല്ലാത്ത കാരണം എന്ന് പറയുമ്പോൾ ഇത് ഈ പറയപ്പെട്ടതുപോലെ ഇസ്തിഹാദ് രക്തമാവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് രക്തം പുറപ്പെട്ടത് എന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും ഹൈദോ നിഫാസോ അല്ലാത്ത രക്തമാണെങ്കിൽ ആ നോമ്പ് സ്വഹീഹാകും. ഇസ്തിഹാദ് രക്തം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുന്ന സാഹചര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. പിന്നീട് അത് ഹൈദാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നോമ്പ് ഖളാ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ നിസ്കാരം ഖളാ കിട്ടേണ്ടതില്ല, പക്ഷേ ഹൈദുകാർക്ക് നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നോമ്പ് ഖളാ കിട്ടൽ നിർബന്ധമാണ്. ഹൈദുള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്, നിസ്കാരം ഖളാ കിട്ടലും ഹറാമാണ്. എന്നാൽ നോമ്പുള്ളതായ സമയത്താണ് ഈ ആർത്തവം മെൻസസ് ഉണ്ടായതെങ്കിൽ ആ നോമ്പ് ഖളാ ഒരു നിർബന്ധമാണ്. എപ്പോ? അടുത്ത വർഷത്തെ നോമ്പിന് മുമ്പ് തന്നെ ഖളാ കിട്ടണം. ഇനി അടുത്ത വർഷം നോമ്പിന് മുമ്പ് ഖളാ കിട്ടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു നോമ്പ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. പിന്നെയോ ഈ ഖളാ വീട്ടാത്തതിൻ്റെ പേരിൽ ഒരു മുദ്ദ് ദാനം ചെയ്യുകയും വേണം. 2 കൊല്ലം വന്നു, അപ്പോഴും വേടിയില്ല. അപ്പൊ വീണ്ടും എന്തായി? ഈ വർഷം നോമ്പ് നോക്കാത്തതിന്റെ പേരിൽ വീണ്ടും ഒരു മുദ്ദ് വന്നു. മനസ്സിലായോ? പിന്നെ നോമ്പ് ഖളാ കിട്ടുന്നു. അങ്ങനെ എത്ര വർഷമാണോ നമ്മൾ നിസ്കാരം ഹൈദ് കാരണോ നിഫാസ് കാരണോ നോമ്പ് ഒഴിവായിട്ട് ഈ വർഷക്കാലം വരെ നമ്മൾ ആ നോമ്പ് ഖളാ കിട്ടി അത്രയും വർഷക്കാലത്തെ ഓരോ മുദ്ദ് വീതം എന്ത് ചെയ്യണം? കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു മുദ്ദ് കൂടുതൽ വരും. ഒരു വർഷം നോമ്പ് നോക്കിയിട്ട് ആ നോമ്പ് ഖളാ വീട്ടാതിരിക്കുന്ന ഒരു മുദ്ദ് ഉണ്ടാകും. പിന്നെയോ ആ മുമ്പത്തെ വർഷത്തെ നോമ്പ് വീട്ടാത്തതിന് മുദ്ദുണ്ട്. അങ്ങനെ ഒരു നോമ്പിൽ 2 മുദ്ദ് വീതം വർഷം കൂടുന്നതനുസരിച്ച് ഓരോ മുദ്ദിനെ കൂടിക്കൊണ്ടേയിരിക്കും. ഏത് വർഷമാണോ നമ്മൾ നോമ്പ് നോക്കുന്നത് ആ വർഷം വരെയുള്ള മുദ്ദുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. അമ്മമാർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹൈദിൻ്റെ വിഷയം അതൊക്കെ കൊണ്ടുവന്നങ്ങനെ കിട്ടും. പക്ഷേ പ്രധാനമായിട്ട് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുമ്പോൾ അത് പലപ്പോഴും പല അമ്മമാർക്കും പ്രയാസം ഉണ്ടാകാറുണ്ട്. പ്രസവം കഴിഞ്ഞതിന് ശേഷം നിഫാസിൻ്റെ സമയത്താണെങ്കിൽ ആ നോമ്പ് എന്തായാലും അടുത്ത റമദാനിൽ 30 നോമ്പ് നോക്കണം. ഒറ്റയടിക്ക് കണ്ടിന്യൂസ് നോക്കണമെന്നില്ല. ഓരോ നോമ്പ് വീതം നോക്കിയാൽ മതി. പക്ഷേ മുല കൂട്ടുന്ന ഉമ്മമാരാണ് എന്ത് ചെയ്യുന്നത്?
നോമ്പ് ഒഴിവാക്കുന്നത്. ഇത് കാരണം കുട്ടിന്റെ പ്രയാസം കാരണം എന്ത് ചെയ്യാണ്, കുട്ടിക്ക് മുലപ്പാൽ കുറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസം കാരണമാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടും വേണം, ഓരോ നോമ്പിന് ഓരോ മൃദുവിനും കൊടുക്കുമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചില സമയത്ത് അവസരം കിട്ടി പുത്ര സമ്പദം പറഞ്ഞത് മാത്രം. അപ്പൊ അത് ശ്രദ്ധിക്കുന്ന വിഷയമാണ്. ഇത് കുട്ടിക്കും പ്രയാസമാണ്, ഉമ്മാക്കും പ്രയാസമാണ്. ഉമ്മാന്റെ പ്രയാസം ഉമ്മാക്കും പ്രയാസമാണ്, കുട്ടിക്കും പ്രയാസമാണ്. അങ്ങനെ ആവുമ്പോൾ നോമ്പ് മാത്രമേ കുട്ടിക്ക് കൊടുക്കേണ്ടതില്ല. അപ്പൊ കുട്ടിന്റെ കാരണം കൊണ്ട് ഒരു ഉമ്മ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ നോമ്പ് ഖളാ വീട്ടും വേണം, ഉമ്മയും എന്താവണം, പിന്നെ മുദ്ദു കൊടുക്കുകയും വേണം എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പൊ ഈ ചോദ്യം അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ആർത്തവമില്ലാത്ത രക്തം എന്ന് പറയുമ്പോൾ അത് ഇസ്തിഹാദ് രക്തമാവാനാണ് സാധ്യത, രോഗരക്തമാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നോമ്പ് സഹിയാകും, നോമ്പ് പൂർത്തിയാക്കുവാണ് വേണ്ടത്. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം ഹൈലോ മറ്റുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഖളാ വീട്ടുകയും വേണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ മറ്റൊരു വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഈ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ പുരുഷന്മാരുടെ കണ്ടുവരുന്ന, നമുക്കറിയാം നിസ്കാരത്തിൻ്റെ 5ാമത്തെ ഷർത്താണ് നിത്യ അശുദ്ധിയുള്ളവൻ സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക എന്നുള്ളത്. ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ നിത്യാശുദ്ധി എന്ന് പറയുമ്പോൾ വെറും സ്ത്രീകളിൽ മാത്രമല്ല നിത്യശുദ്ധി ഉള്ളത്. 3 കാര്യങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ടും അശുദ്ധിക്കാരനാവുക. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തിഹാദത്ത്, രക്തം വരിക എന്നുള്ളത്. രക്തം വരിക എന്നുള്ളത് ഇസ്തിഹാദത്ത് പിന്നെ നിത്യശുദ്ധിയിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ പുരുഷന്മാർ കണ്ടുവരുന്ന മൂത്രവാർച്ച, മൂത്രം ഇങ്ങനെ ഒറ്റ കൊണ്ടേ പോയിരിക്കുക. അല്ലെങ്കിലോ മൂത്രം അവിടെ കാഷ്ടാവട്ടെ, അതിനെന്തില്ല പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അതിന് സ്റ്റോറേജ് ഇല്ല, അതെപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അതിന് നമ്മൾ പിന്നെ പേടത്തിന് ഉപയോഗിച്ചിട്ടാണ് നമ്മളത്. അപ്പം ചില ആളുകൾക്ക് ശുക്രം ബീജം ഇങ്ങനെ പുറപ്പെടും, ഇടയ്ക്കിടയ്ക്ക് ബീജം ഇങ്ങനെ പുറപ്പെടും. ഇതും എന്ത് തന്നെയാണ്, നിത്യശുദ്ധി പെട്ടതാണ്. പക്ഷേ ബീജം പുറപ്പെടുന്ന, നമ്മളറിയാതെ ബീജം പുറപ്പെടുന്ന ആളുകൾക്ക് ഒരു വലിയൊരു മസലയാണ്. അതവിടെ കേട്ടെ, അത് വലിയ മസലയാണ്. കാരണം മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയാക്കി മാത്രം പോരാ, അത് ശുദ്ധിയാക്കി ജനാബത്ത് കുളിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ. ബീജം അങ്ങനെയാണല്ലോ മനീയ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇസ്തിഹാദ് രക്തമാവട്ടെ, മൂത്രമാവട്ടെ, കാഷ്ടമാവട്ടെ, അതുപോലെ തന്നെയാണ് വെള്ളപ്പൊക്ക്, സ്ത്രീകളുണ്ടാകുന്ന ഒരു അസ്ഥിരിക്കും എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ. ഈ നേരം പിന്നെ ഒരു നനവ് ഇങ്ങനെ പിന്നെ ഗുഹ്യ ഭാഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പുരുഷന്മാരിരുന്ന വധീ മനീയാണ് കുളി നിർബന്ധമാകുന്നത്, മനീ ശുദ്ധിയുള്ളതാണ്. എന്നാലോ വധീ മതി എന്ന് 2 സാധനമുണ്ട്. ഒന്ന് വധീ എന്ന് പറഞ്ഞത് ക്ഷീണക്കുള്ള സമയത്ത് ഇങ്ങനെ ഒരു നമ്മളുടെ ഗുഹ്യ ഭാഗത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു തരം സാധനം, അതിനാണ് വധീ എന്നറിയാം. ഇതൊക്കെ നിത്യമായിട്ട് ഉണ്ടാകുന്ന ആളുകളൊക്കെ വരുന്ന കാറ്റഗറിയാണ് ഏത്, ഈ നിത്യ അശുദ്ധി എന്ന് പറയുന്നത്. പ്രായാധികമായി കഴിഞ്ഞാൽ പല ഉമ്മമാരിലും അല്ലെങ്കിൽ ഉപ്പമാരിലും കണ്ടുവരുന്ന ഒരു പ്രയാസവുമാണ്. ഇങ്ങനെയൊക്കെയുള്ള സദായ ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ 5ാമത്തെ ഷർത്ത് അത് പാലിക്കൽ നിർബന്ധമാണ്. കാരണം എന്താ, നിത്യാശുദ്ധിയുള്ള ആൾക്ക് എപ്പോഴേലും എടുത്ത വുദൂഇന് എപ്പോഴേലും നിസ്കരിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഷർത്താണെന്ത്, നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമായെന്നറിയണം. റുഹുറിൻ്റെ സമയമായിട്ട് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരാൾക്ക് അസുഖമുണ്ട്, സങ്കല്പിക്കുക, മൂത്രവാസത്തിന് അസുഖമുണ്ട്. ഇയാൾ എന്ത് ചെയ്യലുണ്ട്, സാധാരണ വാങ്കുടുക്കുടിന് മുന്നത്തന്നെ എന്ത് ചെയ്യും, പള്ളിക്കൊക്കെ പോരുന്ന ആളാണെങ്കിൽ അപ്പത്തന്നെ വുദൂഇട്ട് പോകാൻ ഉണ്ടാവില്ല, ആ വുദൂ ശരിയാവില്ല. നിത്യശുദ്ധിയുള്ളവന് ജമാഅത്ത് സുന്നത്ത്. വേറൊരു ഭാഗം പറയുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് ശുദ്ധിയാവേണ്ടതെന്നുള്ളത്. നിത്യശുദ്ധി എന്ന് പറയുന്ന മൂത്രവാർച്ച പോലത്തെ അല്ലെങ്കിൽ അസ്ഥിരിക്കം പോലത്തെ വെള്ളപ്പൊക്ക് പോലത്തെ അസുഖമുള്ള ആളുകൾ, ഈ അശുദ്ധിയുള്ള ആളുകൾ ഫർദ് നിസ്കാരങ്ങൾക്കും അതുപോലെ തന്നെ സമയം നിർണയിക്കപ്പെട്ട ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഇങ്ങനെ വിത്ർ നിസ്കാരം തുടങ്ങിയതായ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയമായ ശേഷം മാത്രമേ വുദൂ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുമ്പ് വുദൂ കൊടുത്താൽ വുദൂ ശരിയാവില്ല. അതേപോലെ തന്നെ ഒരു വുദൂ കൊണ്ട്
ഒരു ഫർദ് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, 2 ഫർദ് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ മഗ്‌രിബിക്ക് ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്, നിത്യശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അയാൾ ശുദ്ധീകരിച്ച് ഉറുവെടുത്ത് പള്ളിയിൽ വന്നുകൊണ്ട് മഗ്‌രിബ് നിസ്കരിച്ചു. എന്നിട്ട് അയാൾ ഖുർആനോട് പള്ളിയിൽ ഇരിക്കുകയാണ്. ഇശാ ബാങ്ക് കൊടുത്ത് ആ ഉറുവ് കൊണ്ട് തന്നെ ഇശാ നിസ്കരിച്ചാൽ ആ നിസ്കാരം തെറ്റാണ്. അത് വലിയൊരു ചർച്ചയുള്ള ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ മൂത്രം, കാഷ്ടം, ശുക്രം തുടങ്ങിയ നിരന്തരമായി വരുന്ന വാർച്ച രോഗങ്ങളുടെ അവസ്ഥക്കാണ് നിത്യ അശുദ്ധി എന്ന് പറയുന്നത്. അപ്പോ ഇനി എന്താണ്? സമയം തീരുന്നതിന് മുമ്പ്, ഇപ്പൊ ഇങ്ങനെ മൂത്രവാർച്ചയുടെ ഒരാളാണ്, സമയം തീരുന്നതിന് മുമ്പ് അയാൾക്ക് എന്തെല്ലാം ഉളുവെടുത്ത് നിസ്കരിച്ചു, നിസ്കാരം കഴിയുമ്പോഴേക്ക് വീണ്ടും അവന്റെ വസ്ത്രത്തിൽ അതല്ലെങ്കിൽ മൂത്രം നിറയുന്ന സാഹചര്യമുണ്ട്, അതല്ലെങ്കിൽ സ്ത്രീക്ക് വെള്ളപ്പോക്കിന്റെ അശ്വരിക്കത്തിന്റെ സമയത്ത് അത് നിറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ശുദ്ധീകരിച്ച മാത്രം പോരാ, മറിച്ചോ അവിടെ പഞ്ഞിയോ തുണിയോ വെച്ച് ശുദ്ധിയാക്കണം. അതും ശുദ്ധീകരിച്ചതിന് ശേഷം പഞ്ഞിയോ തുണിയോ വെച്ചതുപോലത്തെ സാധനങ്ങൾ വെച്ചുകൊണ്ട് അതവിടെ കെട്ടിവെച്ചതിന് ശേഷം വുളൂഇന്റെ സുന്നത്തെടുക്കാൻ പാടില്ല, ഫർദിന്റെ സുന്നത്തെടുക്കാൻ പാടില്ല. നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത്തരക്കാരൻ നിസ്കരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു അസ്തുരിക്കം എന്ന് പറയുന്ന വെള്ളപ്പോക്ക് പോലത്തെ അസുഖമുള്ള പെണ്ണുങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. കാരണം എന്താണ്? അവർക്ക് ആ ഒരു നിസ്കാരത്തിന്റെ സമയം കഴിയുമ്പോഴേക്ക് വീണ്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ടെങ്കിൽ വുളൂഇന്റെ നിർബന്ധമായ ഘടകങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിസ്കരിക്കണം, ഒരു ഓപ്ഷൻ. അതല്ലെങ്കിലോ നിത്യാശുദ്ധിയുള്ള ആളുകൾ എല്ലാവരും ഈ നിർബന്ധമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. നിത്യാശുദ്ധി അതിന് തടസ്സമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എനിക്ക് എപ്പോഴും ഇങ്ങനെ പോകാം, ഞാൻ ഇങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാലിൻ്റെ വസ്ത്രത്തിലാവൂലേ എന്നുള്ള കാരണം പറയാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിസ്കാര സമയമായെന്നുറപ്പായ ശേഷം മാത്രമേ ഇത്തരക്കാർ ശുദ്ധി വരുത്താവൂ. അപ്പൊ വുളൂഅ് വരുത്തുന്നതിന് മുമ്പ് അശുദ്ധിയുടെ സ്ഥലം, ആ സ്ഥലം കഴുകി വൃത്തിയാക്കി, നജസ് വരുന്ന സ്ഥലത്ത് എന്താവണം? പഞ്ഞി പോലെയുള്ളത് അല്ലെങ്കിൽ തുണി പോലെയുള്ളത് നിറക്കൽ നിർബന്ധമാണ്. ഗുഹ്യ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഗുഹ്യ ഭാഗത്തിന്റെ അകത്തേക്ക് പഞ്ഞി പോലെ എന്തെങ്കിലും നിറച്ചു വെക്കണം, അല്ലെങ്കിൽ തുണിക്കഷ്ണം നിറച്ചു വെക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എന്നിട്ട് അവർ നിറച്ചൊക്കെ നിർബന്ധമാണ്. ഇങ്ങനെ നിറച്ചു വെച്ചിട്ടും നജസിന്റെ വരവ് നിൽക്കുന്നില്ല. ഇതിന് ഉദ്ദേശം എന്താ? ആ നജസ് ശരീരത്തിലാവരുത് എന്നുള്ളത്, പുറത്തേക്ക് വരരുത് എന്നുള്ളതാണ്. അങ്ങനെ നജസിന്റെ വരവ് നിൽക്കാനോ അത് ലഘൂകരിക്കാനോ വേണ്ടിയാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പഞ്ഞി നിറച്ച ശേഷവും രക്തമോ മൂത്രമോ മറ്റോ ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒലിച്ചു വരുന്നതിന് ശേഷവും വരുന്ന പക്ഷം എന്ത് ചെയ്യണം? അവിടെ തുണിക്കഷ്ണം കൊണ്ടോ മറ്റോ കെട്ടിവെക്കുകയും വേണം. ആ മുഖ്യഭാഗത്തിനുള്ളിൽ ഇതൊക്കെ കയറ്റി വെച്ചിട്ട് പിന്നെ പുറത്ത് വരികയാണെങ്കിൽ അതിന് പുറത്ത് വീണ്ടും എന്താവണം? തുണിക്കഷ്ണം പോലത്തെ വെച്ചിട്ട് അത് കെട്ടിവെക്കുകയും നീങ്ങി പോവാത്ത വിധത്തിൽ അത് ബന്ധിപ്പിക്കുകയും വേണം. അതിനുശേഷം ഒരു ഇതിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും നജസിന്റെ വരവ് നിൽക്കുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അശുദ്ധിയുടെ സ്ഥലത്ത് ഈ പറയപ്പെട്ടതായ ഗുഹ്യഭാഗം, സ്ത്രീകളാണെങ്കിൽ ഗുഹ്യഭാഗത്തേക്ക് പഞ്ഞു പോലെ നിറച്ചു വെച്ചു, തുണി പോലെ നിറച്ചു വെച്ചു, അതിന്റെ പുറത്തൊരു പേടും വെച്ചു കൊടുത്തു, എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്തു? ഒരു ഷെഡ് ഇട്ടു. പിന്നെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണെങ്കിൽ അത് വിരോധമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടും എന്ത് ചെയ്യുന്നതിന് വരുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി ഇങ്ങനൊക്കെ ഈ രൂപത്തിലൊക്കെ ചെയ്തു, ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്തു? എപ്പോഴത് ചെയ്യേണ്ടത്? നിസ്കാര സമയമായതിന് ശേഷമാണ്. അപ്പോൾ മഗ്‌രിബിന്റെ സമയമാണെങ്കിൽ മഗ്‌രിബിൽ ചെയ്യണം. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു, ഒരു ഫർദ് നിസ്കരിക്കാൻ പറ്റും. സുന്നത്ത് എത്ര വേണമെങ്കിൽ നിസ്കരിക്കും. ഒരു ഫർദ് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ എടുത്ത് വെച്ചു, ഇശാ ബാങ്ക് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ചെയ്ത പണിയൊക്കെ ഒന്നും കൂടി ചെയ്യണം. ഒന്നും കൂടി ചെയ്യണം. കാരണം എന്താ? നിത്യാശുദ്ധിയുള്ള ഈ പറയപ്പെടുന്ന അസുഖമൊക്കെ എന്താണ്? നിത്യശുദ്ധിന്റെ ഗണത്തിലാണ് വരിക. അതുകൊണ്ട് തന്നെ നിത്യാശുദ്ധിയുള്ള ഓരോ ആളുകളും ഈ പറയപ്പെട്ട പണികളൊക്കെ ചെയ്ത് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ് അടുത്ത വക്തായി കഴിഞ്ഞാൽ വീണ്ടും എന്താവണം?
നിസ്കാരത്തിന്റെ 5-ാം ദിവസം വീണ്ടും ബാധകമായി വന്നു. അങ്ങനെ നിത്യശുദ്ധിയുള്ള ആൾക്ക് സമയമായെന്നറിയുക എന്നുള്ളതാണ് നിയമം. അവ വീണ്ടും കയറ്റി വെച്ചൊക്കെ പിന്നെ പുറത്ത് കൊടുത്ത് വൃത്തിയാക്കി. ഇങ്ങനെ പറ്റൂല, അത് നെജസായിക്കണു. ഇപ്പൊ വെച്ച പഞ്ഞിയിലും ഒരു കഷ്ണത്തിലൊക്കെ നെജസായിട്ടുണ്ടാകും. ഞാൻ എന്നെ വെക്കാൻ പറ്റൂല, വേറെ വെക്കണം എന്നുള്ള നിയമം. ആദ്യം അംഗശുദ്ധി, ആദ്യം എന്ത് ചെയ്യണം? ശൗചം ചെയ്ത് വൃത്തിയാക്കി വീണ്ടും ഈ പറയപ്പെട്ടതായ സംഗതികളൊക്കെ ബുദ്ധി നിറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നിസ്കരിക്കാൻ. ഇത് എപ്പോൾ പാടില്ല? നോമ്പുകാലത്ത് ഇത് പറ്റൂല. ഏത്? നടക്കല് പറ്റൂല. കാരണം എന്താ? തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് ബാധിക്കും. അപ്പൊ ആ നോമ്പ് കാലഘട്ടത്തിൽ ഇത്തരം പ്രയാസം വരുമ്പോൾ അത് പുറത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഗുഹ്യബാധ കയറ്റി വെക്കാതെ അതിന്റെ പുറത്ത് തുണിയോ പഞ്ഞിയൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന്. തുണിയാണ് ഏറ്റവും നല്ല നോമ്പ് കാലത്ത്. കാരണം പഞ്ഞിയാണെങ്കിൽ മനുഷ്യന്റെ അവസ്ഥയല്ലേ, ഉള്ളിൽ കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് കയറിപ്പോയാൽ എന്താണ്? നോമ്പ് ബാത്തിലാവുകയും ചെയ്യും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ഈ നിത്യശുദ്ധിയുള്ള ആളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ശൗചം ചെയ്യുക, അതായത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ പഞ്ഞി, തുണിക്കഷ്ണം പോലുള്ളവ വെക്കുക, എന്നിട്ട് വുളൂ എടുക്കുക, എന്നിട്ട് നിസ്കരിക്കുക എന്നിവയെല്ലാം ഒറ്റയടിക്ക് ചെയ്യുമാണ്. തോന്നിമാര് വാങ്ങെടുത്തു എന്നിട്ട് ഓളം എന്ത് ചെയ്തു? ഈ വെള്ളപ്പൊക്കമുള്ള പെണ്ണ് ആദ്യം പിന്നെ വുളൂ എടുത്തു. ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ ഒക്കെ വൃത്തിയാക്കി വന്നു. പിന്നെ നടക്കുകയാണ്. എവിടെ പഴയ കഷ്ണം എവിടെ? പിന്നെ അപ്പുറത്തെ റൂമിൽ പോകണു, പഴയ മാക്സി കയറണു, തുണി ഉണ്ടാക്കണു, എന്നിട്ട് തുണി ഇങ്ങനെ എടുത്താണ്ട് എന്ത് ചെയ്യുന്നു? പിന്നെ അത് വെക്കണു, പിന്നെ പോയി കൊടുക്കണു. ഇങ്ങനെ ടൈമിങ്സ് ഉണ്ടാകാൻ പാടില്ല. ഒക്കെ തുടരെയാകണം. അപ്പൊ അതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒക്കെ റെഡിയാക്കി വെക്കണം. ഇപ്പൊ നിത്യശുദ്ധിയുള്ള, അത് ആണായാലും പെണ്ണായാലും, ഇത് പെണ്ണിന് മാത്രം ആണോ പുരുഷന്മാർക്കും ഈ പറയുമ്പോൾ തന്നെ വധി വരുന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ മൂത്രവാർച്ചന്റെ അസുഖമുണ്ട്, അല്ലെങ്കിൽ കാഷ്പങ്ങൾ വരുന്നതിന്. ഇപ്പൊ ഈ മൂലക്കൂരൊക്കെയുള്ള ആളുകൾ അല്ലേ, ഈ അസുഖമുള്ള ആളുകൾക്ക് ഈ പറയപ്പെടുന്നതായ പുറത്തേക്ക് വരുന്ന ഉള്ളിലേക്ക് നിസ്കാരം മാത്രമാണ് കാര്യമാണല്ലോ. നിസ്കാരത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ എന്തുമാത്രമാകും? നിസ്കാരം പാത്തിലാകും. അതിൽ പെട്ടെന്ന് ഇപ്പൊ നമ്മളിന്ന് നിസ്കരിക്കുകയാണ്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ പല്ലിന്റെ ഇടയിൽ ചെറിയൊരു രാവിലെ തിന്ന പുട്ടിന്റെ തേങ്ങയുടെ ഒരു അംശമുണ്ട്. അപ്പൊ ഇനി തുപ്പിക്കളയാൻ സ്ഥലത്തില്ല, ഇറക്കി വിട്ടാൽ നിസ്കാരം പാത്തിലാവൂലേ? എന്ന പോലെ തന്നെ ഈ മൂലക്കൂറുള്ള സമയത്ത് എന്താണ്? ആ സാധനം പുറത്തേക്ക് ഉള്ളിലേക്ക് പോയാൽ എന്താണ്? നിസ്കാരം പാത്തിലാവും. അപ്പൊ എന്ത് ചെയ്യണം? അത് പുറത്തേക്ക് വരാനുള്ള പണിയും എടുക്കണം. അത് നിത്യശുദ്ധിന്റെ കണത്തിലാണ് വരിക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? തുടരെ മുവാലാത്തും തെർത്തീവുമാണ്. തെർത്തീവല്ല, മുവാലാത്ത് തുടരെയായിട്ട് ചെയ്യണം. അഥവാ ശൗചം ചെയ്യുന്നു, പഞ്ഞി, തുണി കഷ്ണം പോലുള്ളവ വെക്കുന്നു, അംഗശുദ്ധി നിർത്തുന്നു, നിസ്കരിക്കുക എന്നിവയെല്ലാം തുടരെ ചെയ്യൽ നിർബന്ധമാണ്. അവക്കിടയിൽ അനാവശ്യമായ ഇടവേള പാടില്ല എന്നർത്ഥം. എന്നാൽ ഇവിടെ ഒരു അഫുണ്ട്, ഇളവുണ്ട്. ആർക്ക്? ജമാഅത്തിന് പുറപ്പെടുന്നതായ വ്യക്തിയാവട്ടെ, അത് വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും പള്ളിയിൽ വെച്ചിട്ടാണെങ്കിലും, ഇങ്ങനെ ജമാഅത്ത് ലഭ്യമാവുക തുടങ്ങിയപ്പോഴുള്ള സുന്നത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം താമസിക്കാവുന്നതാണ് എന്ന് ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിത്യശുദ്ധിയുള്ള ആളുകൾക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വുളൂ എടുത്തു വന്നു, 2 സുന്നത്ത് നിസ്കരിച്ചു. ഇപ്പൊ ഇളച്ചി മുത്തിച്ചൊപ്പാൻ നിസ്കരിച്ച് ഇപ്പൊ ഇളച്ചിനെ കാത്തിക്കുകയാണ്, ഇതിനോട് വുളൂ നിസ്കരിച്ചാണ്. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ട് കാണാം. അതേ സമയത്ത് എന്ത് ചെയ്യാം? ഇപ്പൊ ഏതായാലും ഇളച്ചി മുത്തച്ഛനെ കാത്തിക്കുകയാണ്. മുത്തച്ഛിയാണ് ഇപ്പോൾ ഇവിടെ റെഡിയായി നിൽക്കുന്നത്. ശുചികളാണ്. ഏതായാലും അവൾ വരട്ടെ, അവിടെ റെഡി കുറച്ച് കഞ്ഞി വെച്ചട്ടെ, അല്ല ചായ എടുക്കട്ടെ, അത് കിട്ടില്ല. ജമാഅത്ത് പോലത്തെ സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് പണ്ഡിത ലോകത്തിന്റെ തീരെ പറ്റൂല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പണ്ഡിത ലോകത്തിന്റെ പൂർണ്ണ അല്ലെങ്കിൽ പ്രബലാഭിപ്രായ പ്രകാരം പറ്റുമെന്നുള്ളതാണ്. എന്നാൽ ഈ സമയത്ത് നിസ്കാരവുമായി ബന്ധപ്പെടാതെ മറ്റു കർത്തവ്യങ്ങൾ, ഇത് തിന്നുക, കുടിക്കുക, സംസാരിക്കുക തുടങ്ങിയവ കൊണ്ട് അവക്കിടയിൽ താമസം വന്നാൽ, വെയിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അംഗശുദ്ധി എന്താണ്? നഷ്ടപ്പെടുന്നതായിരിക്കും. അല്ലെ? പഞ്ഞു വെച്ച് വീണ്ടും അംഗശുദ്ധി വരുത്തൽ നിർബന്ധമായി ചെയ്യുകയും ചെയ്യും. എപ്പോ? ജമാഅത്ത് പോലുള്ള സുന്നത്തുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉമ്മമാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്കറിയാം. ഏതായാലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ചുരുക്കി പറഞ്ഞാല്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിത്യശുദ്ധി എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുന്ന വിഷയമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ അപാകത സംഭവിച്ച് നമ്മളൊക്കെ മറുപടി പറയേണ്ടി വരും.
ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്നർത്ഥം ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് നരകം. നിസ്കരിക്കുന്ന സർവനാശവും. എങ്ങനെ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധമായിക്കൊണ്ട് നിത്യശുദ്ധി ഉണ്ടായിട്ട് അതൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയമായി നിസ്കരിച്ചു, അല്ലെങ്കിൽ സമയമായിട്ട് നിസ്കരിച്ചിട്ടില്ല, അവനാണ്ട് 12 കഴിഞ്ഞിട്ട് നിസ്കരിച്ചില്ല, അപ്പോൾ മഗ്‌രിബ് കൊടുത്തു, എന്നിട്ട് അസർ നിസ്കരിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്കാണ് നരകം, വൈലെന്ന നരകം. നരകത്തിൽ താഴ്വരൻ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അറിവില്ലായ്മ ഒരു പോരായ്മ ആവരുത്. നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കലും അത് വെച്ച് അമൽ ചെയ്യും നമ്മുടെയൊക്കെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് ഇത്തരം വിഷയത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധയാലുക്കളായിരിക്കണമെന്ന് പ്രധാനമായിട്ടും അറിയിക്കുകയാണ്. നിത്യശുദ്ധി വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു 40% സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ പറയപ്പെടുന്നതായ വെള്ളപ്പൂക്ക അസുഖങ്ങൾ. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധ പുലർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നിത്യശുദ്ധിക്കാർ സത്യമാണ്, പിന്നെ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിത്യശുദ്ധിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണർത്താനുള്ളത്. മറ്റൊരു ചോദ്യമുള്ളത്, പിന്നെ കാഫിറായ സ്ത്രീയുടെ മുമ്പിൽ സ്ത്രീയുടെ അവറത്ത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. കാഫിറായ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അഥവാ മുട്ടുകൈൻ്റെ താഴേക്ക്, അതുപോലെ തന്നെ മുട്ടിൻ കാലിൻ്റെ താഴേക്ക്, തണ്ടൻകാല് മുതൽ അങ്ങോട്ട്, തണ്ടൻ കൈ മുതൽ അങ്ങോട്ട്, അതുപോലെ തന്നെ തല, പിന്നെ കഴുത്തിൻ്റെ മേലക്ക് അങ്ങോട്ട്, അതിൽ പിന്നെ മുഖവും കണ്ണും ചെവിയും മുടിയും ഒക്കെ അതിൽ പെടും. അല്ല മുടി, പിന്നെ അതാണ് ചോദ്യം വന്നത്, അന്യ സ്ത്രീകളുടെ മുമ്പിൽ മുടി കാണിക്കാൻ പറ്റുന്നുള്ളത്. സ്ത്രീയുടെ മുടി എന്നുള്ളത് ശരിക്ക് പറയാൻ വളരെ മഹത്വമുള്ള ഒരു സംഗതിയാണ് സ്ത്രീയുടെ മുടി എന്നുള്ളത്. ആ മുടിയുടെ അഴക് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ പ്രദർശിപ്പിക്കാവൂ, മറ്റാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. അത് പിന്നെ സ്വന്തം ആങ്ങളുടെ മുമ്പിലാണെങ്കിലും ശരി, മറ്റുള്ള ആളുടെ മുമ്പിലാണെങ്കിലും ശരി, പ്രദർശിപ്പിക്കൽ അനുവദനീയമാണ് അല്ലേ. പിന്നെ കുടുംബപരമായ നെസബ, വിവാഹബന്ധം ഹറാമായുടെ മുമ്പിൽ പുരുഷന്റെ പോലെ തന്നെ മുട്ടുമുക്കളുടെ ഇടയിൽ സ്ത്രീയുടെ ഔറത്തുള്ളൂ. എങ്കിലും സൂക്ഷ്മത പുലർത്തേണ്ട വിഷയങ്ങളുണ്ട്. നമ്മളങ്ങനെയാണോ? ഇപ്പൊ മുട്ടുമുക്കളുടെ ഇടയിൽ ഔറത്തുള്ളൂ, മുട്ടുമുക്കളുടെ മുമ്പിൽ മാത്രമാണ് ആങ്ങളുടെയും ഉമ്മാന്റെയും ഉപ്പാന്റെയും മുമ്പിൽ സ്ത്രീകൾ മറക്കാറില്ലല്ലോ. അതിന് മുഖടുക്കുള്ള ഭാഗങ്ങളൊക്കെ മറക്കലുണ്ടല്ലോ. അതൊരു മാന്യതയാണ്. ആ മാന്യതയുടെ ഭാഗമാണ് തലമുടി എന്ന് പറയുന്നത്. അപ്പൊ കഴിവിന്റെ പരമാവധി അത് മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മറ്റുള്ള മതസ്ഥരുടെയൊക്കെയും നമ്മുടെ അഥവാ സ്ത്രീയുടെ അഴക് പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത് തലമുടി എന്നുള്ളത്. അപ്പൊ സ്ത്രീയുടെ അഴക് എവിടെ വെളിവാകാൻ പറ്റുള്ളൂ? ഭർത്താവിനുള്ളിൽ മാത്രമേ വെളിവാകാൻ പറ്റുള്ളൂ. തെറ്റല്ല, എങ്കിലും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അന്യമതസ്ഥരുടെ മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ജോലി ചെയ്യുമ്പോൾ, സാധാരണങ്ങൾ ജോലി ചെയ്യുമ്പോൾ തല മറച്ചിട്ടാണോ ജോലി ചെയ്യൽ? അതല്ല, തല തുറന്നിട്ടാണ് ജോലി ചെയ്ത് അത് അലിച്ചാൽ മതി. അപ്പോൾ സാധാരണ തല തുറന്നിട്ട് പണിയെടുക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തലമുടി കാണിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരു പെണ്ണിങ്ങനെ തലയിൽ മക്കളുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അടുക്കളയിൽ പണിയെടുക്കുന്നത്. അപ്പോഴാണ് അപ്പുറത്ത് പിന്നെ ശാരീരിച്ച് ചെന്നിട്ട് ഇനി മൈമൂന എന്തൊക്കെ വർത്താനം, അപ്പോൾ ഓളെ കണ്ടെങ്കിൽ വേഗം മറക്കരുത്. അത് ചെയ്യരുത്. അതൊരു ഇൻസൾട്ടിങ് അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് എന്താ മറ്റുള്ള കണ്ടപ്പോൾ എന്ത് സ്വാഭാവികം. ഇപ്പം നമ്മൾ റോട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ പെണ്ണുങ്ങൾ കാണാൻ അങ്ങനെ മുട്ടൊക്കെ തലക്ക് തുറന്നിട്ട് ഓടും. പുസ്തകന്മാരെ കാണുമ്പോൾ വേറെ വെച്ചു. ഞാൻ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ തലക്ക് പോയിരുന്നു, അപ്പോൾ വിഷയം ഉണ്ടായിരുന്നില്ല. പുസ്തകന്മാർക്ക് മാത്രമേ പറ്റൂല. അപ്പം ആ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവരുത്. മറ്റുള്ള അതിൻ്റെ അവസ്ഥക്കിടയിൽ നമ്മളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് പറഞ്ഞു വരുന്നത്. സാധാരണഗതി നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴുള്ളതാകുന്ന രൂപം അത് നമ്മുടെ അയൽപക്കക്കാരായ കാഫിര്യങ്ങളായ അന്യവസ്ഥരായ സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വെളിവാക്കാവുന്നതാണ്. കുളിച്ചാൻ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കുളിച്ചാൻ പോകുമ്പോൾ സാധാരണ കുളിക്കുക, കച്ചകെട്ടിനെ കുളിക്കുക. അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ അന്യവസ്ഥരുടെ കച്ചകെട്ടിന് കുളിക്കാൻ പാടില്ല എന്നാണ് നിയമം. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകി എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഹൈദുള്ള പെണ്ണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുകയാണെങ്കിൽ നഖം മുറിക്കാൻ പറ്റുമെന്നുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അത്
ദീർഘമാണെങ്കിൽ കറാഹത്തിന്. നിഫാസുകാർക്ക് തീരെ കറാഹത്തില്ല. അത് 40 ദിവസത്തിൽ പെണ്ണ് നഖം മുറിക്കാതിരിക്കുക എന്ന് അവളെ സംബന്ധിച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ നമ്മളെ വല്യന്മാർ മുറിച്ചാൽ അയക്കൂല. നിവാസിയായാലും മുറിച്ചറിയോ. പക്ഷെ ഈ നഖം കൊണ്ട് കുട്ടിക്ക് പ്രയാസമാണ്. അതിനൊരു ചളിയുണ്ടെങ്കിൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ ദീർഘമായ സമയം വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കറാഹത്ത് പോലും ഇല്ല എന്നുള്ളതാണ് തുഹ്ഫ പോലുള്ള ഫിഖ്ഹിന്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. നിഫാസുകാർക്ക് നഖം മുറുക്ക് തെറ്റില്ല എന്ന് വിചാരിച്ച് എല്ലാ ആഴ്ചയും മുറുക്കണമെന്നല്ല. കാരണം നിഫാസുകാരെ സംബന്ധിച്ച് 40 ദിവസം നഖം മുറിക്കാതിരിക്കുക എന്നുള്ളത് അവളെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് കറാഹത്തില്ല എന്ന് മഹാമാർ രേഖപ്പെടുത്തി വന്നത്. എന്നാൽ ഹൈദിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ ഏറി വന്ന 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഈ സമയത്ത് എന്ത് ചെയ്യാം, അതൊന്ന് വെയിറ്റ് ചെയ്യുന്നത് കഴിയുന്നൊരു കാര്യമാണ്. എന്നാൽ അവിടെയും പ്രയാസമാണെങ്കിൽ അവർക്ക് എന്തില്ല, കറാഹത്ത് നീക്കപ്പെടും എന്നുള്ളതാണ് കിതാബുകളിലൊക്കെയും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എന്നാൽ നഖം മുറിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ആ ദിവസത്തിലാണ് നല്ലത്. ഒന്നില്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരത്ത്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച. ഈ 3 ദിവസത്തിലാണ്. എന്നാൽ ബുധനാഴ്ച നഖം ഒരു കറാഹത്താണ്. അത് ആണായാലും പെണ്ണായാലും ബുധനാഴ്ച നഖം കറാഹത്താണ്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച നമുക്ക് നല്ലതല്ല. ഈ വിഷയങ്ങൾ ഈ ദിവസങ്ങൾ കഴിച്ചു വെച്ചാൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നഖം മുറിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുവാനും നല്ല പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു മറുപടി പറഞ്ഞല്ലേ, പിന്നെ അശുദ്ധിയുള്ള സമയത്ത് കൊഴിഞ്ഞു വീണ നഖംമുടി ഇതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിയത്ത് ആവശ്യമില്ല. കാരണം ഈ പെണ്ണെന്തായിട്ടില്ല, ശുദ്ധിയായിട്ടില്ല. പെണ്ണ് ശുദ്ധിയാവുമ്പോഴേക്കും എന്തുള്ളൂ, ശുദ്ധിയുള്ളൂ. പക്ഷെ നല്ലതാണെങ്കിൽ അത് കഴുകിയാണ്ട് പിന്നെ മറവ് ചെയ്യാന്നുള്ളതാണ്. അതൊരു മാന്യതയാണല്ലോ, നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണല്ലോ. കഴുകാണ്ട് കുഴിച്ചിടുന്ന ഒരു മാന്യതേന് അത് കഴുകൽ സുന്നത്തോ അല്ലെങ്കിൽ പിന്നെ കഴുകാത്ത കറാഹത്തോ ഇല്ല. വേർപെട്ട് കഴിഞ്ഞാൽ വേർപെട്ട് തന്നെ എടുത്തു വെക്കും വേണ്ട. അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും. പ്രത്യേകിച്ചൊക്കെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ചീർപ്പിൻ്റെ ഒരു വട്ടച്ചീർപ്പുണ്ടാകും. ആ വട്ടച്ചീർപ്പിന് തലയിൽ തിരിച്ചിട്ടുണ്ടായി കുട്ടിയൊക്കെ എന്താണ് അത് കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചുള്ള വിലയിൽ എടുത്തു വെക്കും. അടുത്തൊക്കെ പാടില്ല, എടുത്തൊക്കെ തെറ്റാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയാൽ രക്താവട്ടെ, നഖാവട്ടെ, മുടിയാവട്ടെ, ഇതൊക്കെ വേർപെട്ട് കഴിഞ്ഞാൽ എന്തല്ല, ശുദ്ധിയായ സാധനമല്ല, നജസ്സാണ്. അവൻ നജസ്സിന് വീണ്ടും എടുത്തൊക്കെ പറ്റും. നജസ്സിന് പെട്ടെന്ന് എന്താ വേണ്ടത്, കളയാണ് വേണ്ടത്. അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടതിനൊക്കെ മൂല്യമുള്ളൂ. മനുഷ്യൻ ജറാദ് മനുഷ്യൻ, മത്സ്യം, ജറാദ്, ഇത് മൂന്നും എന്താണ് നജസ്സല്ലാത്ത ജീവികളാണ്. ഇത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന രക്തം പുറത്തായാലും എന്തായി, ഉള്ളിലുണ്ടാവുമ്പോൾ ശുദ്ധിയാണ്. പക്ഷേ അത് പുറത്തു വന്നാലോ അത് നജസ്സാണ്. അപ്പോൾ നഖം മുടിയൊക്കെ എന്താവണം, നമ്മുടെ ശരീരം വേർപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ എന്താവണം. പെണ്ണാണെങ്കിൽ നിർബന്ധമായി കുഴിച്ചിടണം, ആണാണെങ്കിൽ സുന്നത്തായിട്ട് കുഴിച്ചിട സുന്നത്തുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ സ്ത്രീകൾ കാല് അടുത്താണ് വെക്കേണ്ടത്. പുരുഷന്മാർ വെച്ചാണ് അകലെയാണ് വെക്കേണ്ടത്. റുക്കോയിലും അതുപോലെ തന്നെ സുജൂദിലൊക്കെ സ്ത്രീകൾ അടുപ്പിച്ചിട്ടാണ് വെക്കേണ്ടത്. പുരുഷന്മാർ അകത്തി വെക്കണം, സ്ത്രീകൾ അകത്തി വെക്കണം. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുണ്ട്. അതുപോലെ വേറൊരു കാര്യം, ഇത് ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ജമാഅത്തായി നിസ്കരിക്കുന്ന ഇതോടെ നിർത്തണം. ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ഇങ്ങനെ സൂറത്ത് ഓതും. മാമൂമികൾ സ്വാഭാവികമായിട്ട് ഫാത്തിഹ ഓതും. അപ്പോൾ മാമൂമികൾ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇമാമിൻ്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കണം വേണ്ടത്. അപ്പോൾ ഇമാം ഇങ്ങനെ ഖിറാഅത്ത് വന്ന് ഇമാമിൻ്റെ ഖിറാഅത്ത് കൈയോട് കൂടി എന്ത് ചെയ്യും, നമ്മൾ കൈയെടുത്താൽ പലപ്പോഴും പല ആളുകളും കണ്ടുവരാറുണ്ട്. ഈ കൈ താഴ്ന്നതോടുകൂടി നമ്മൾ വലിയ തെറ്റുകൾ ചെയ്യുന്നു. ഇമാമിന് മുൻകടന്നു അല്ലേ, ശ്രദ്ധിക്കണ്ടേ, ഇമാമിന് മുൻകടന്നു. ഇനി നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ റുക്കോക്ക് പോകുമ്പോൾ 2 കൈയും ചുമലിനകത്ത് സുന്നത്താണല്ലോ, ഈ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്തി. പിന്നെയോ ഇമാം പോലെയുമുണ്ട്, നമ്മുടെ കൈ ആദ്യം പോയി. ഇത് വലിയൊരു ഗൗരവമുള്ളൊരു കറാഹത്താണ്. ഇമാമിന് മുൻകടന്നാൽ മനഃപൂർവ്വമാണ് നിസ്കാരം വരെ മാത്രം അല്ലേ. ഒരു ഫറദ് മുൻകടന്നാൽ റുക്കോക്ക് പോയെന്തായാലും പോയി. ഇത് റുക്കോക്ക് എത്താത്തതുകൊണ്ട് നൃത്തത്തിലാവേണ്ട അഫുണ്ട്. അപ്പം അത് പലപ്പോഴും പല ആളുകളും കണ്ടുവരാറ്. നമ്മളെ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി അറിവുള്ളവരിൽ നിന്ന് തന്നെ അത്ര പ്രവൃത്തി കാണാറുണ്ട് അല്ലേ. ഇത് നമ്മൾ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞെന്താ കാരണം ജാരനോട് പറയാനില്ല കാഴ്ചപ്പാടുണ്ടാകും. ഇത്ര ക്ലാസ്സൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഇൽമാകുമ്പോൾ അതിൽ പാലിച്ചാൽ മതി. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
ആ ഇമാമിന്റെ സൂറത്ത് കഴിഞ്ഞ് ആദ്യം ഇമാം എന്ത് ചെയ്യണം? 2 ചുമരും ഉയർത്തി അല്ലാഹു അക്ബർ പോകുമ്പോൾ അതിന് ശേഷം ബൗമും എന്താണ് 2 കൈ മേൽപോട്ട് ഉയർത്തി പോകുമ്പോൾ. പെണ്ണുങ്ങളങ്ങനെ തന്നെ ഉണ്ട്. പെണ്ണുങ്ങളും ചില പെണ്ണുങ്ങളും എന്താവില്ല, ഈ സൂറത്ത് കഴിഞ്ഞിട്ട് കൈ താത്തിയാൽ പോകുന്നത് ഇതുണ്ടാവില്ല, കൈ ചുമൽ നേരെ ഉയർത്തലുണ്ടാവില്ല. അതൊരു സുന്നത്താണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. ബാങ്കിൻ്റെ വിഷയം കൂടി കിബിലയുടെ വിഷയം കൂടി പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരടുത്തോ കുട്ടികളുടെ അടുത്തൊക്കെ എഴുതി കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വലിയ തിരുത്തി തരാൻ വേണ്ടി കഴിയും. ഇനി അടുത്ത ക്ലാസ് ഉണ്ടാവുമോ എന്നറിയില്ല. ഉണ്ടാവാൻ വലിയ സന്തോഷമാണ്. 13-ാം തീയതി അടുത്ത ക്ലാസ് വരേണ്ടത്. അത് റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും 14-ാം തീയതി ഞായറാഴ്ച ക്ലാസ്സിന് അവസരം കിട്ടുമെന്നറിയില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് മഹത്വത്തെക്കുറിച്ച് പറയാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സാഹചര്യം വരുന്നത് പോലെ ഉസ്താദന്മാരോടൊക്കെ ഇത്ര വിഷയങ്ങളൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന എല്ലാവരും സന്നദ്ധരാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് മരിച്ചവർക്ക് വേണ്ടി ചെയ്ത് ദുആ ചെയ്തുകൊണ്ട് ഒന്നിച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. റഹമുറഹീമായ മലക്കുൽ മുലൂക്കായ രാജാതിരാജനായ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഹദ്ദാത്ത് റാത്തീബിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ പറഞ്ഞതും കേട്ടതും പഠിച്ചതും പഠിപ്പിച്ചതുമായ എല്ലാ അമലുകളും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ വാക്കിൽ വല്ല പാകങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അതിനെ തിരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് ഏറ്റി നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഇതിന്റെയൊക്കെ മെതിരതാവിനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞുകൊണ്ട് ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. വിശിഷ്യാതെ ഉറ്റവർ വഴിയവർ മാതാപിതാക്കൾ കുടുംബാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയ സാമ്പത്തികമായി മറ്റുമൊക്കെ ഞങ്ങൾ ഇടപാടുകൾ നടത്തിയവർ അല്ലാഹുവേ അതുപോലെ ഞങ്ങൾ മൺമറഞ്ഞു പോയ ആളുകൾ അതുപോലെ ഞങ്ങൾ പള്ളിക്കാര് വിശ്വാസികൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടേക്കും ബർസവിയായിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കണം അല്ലാഹ്. അല്ലാഹുവേ അവിടെ ഖബറിടം കണ്ടെത്താ ദൂരത്തോളം വിശാല നൽകണം അല്ലാഹ്. അവരെ ഞങ്ങളെയും ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുവർലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളറിഞ്ഞോ അറിയാതെ രഹസ്യമായോ പരസ്യമായോ വലുതോ ചെറുതോമായ എന്ത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹു ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഇൽമു പഠിക്കാൻ ഞങ്ങൾ ചെലവഴിച്ച് മണിക്കൂറിന്റെ ഈ ഒരു മണിക്കൂർ ഇൽമു പഠിച്ചാൽ അത് മുഴുവനും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന ഇബാദത്തിന്റെ തുല്യമാണെന്ന് നിന്റെ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അല്ലാഹുവേ അത്തരത്തിലുള്ള ഒരു സദസ്സായി ഞങ്ങളുടെ സദസ്സിനെ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മാനസികമായ ശരീര
ശാരീരികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണമല്ല. അല്ലാഹുവിനുള്ള നാട്ടിലും വീട്ടിലും കുടുംബത്തിലും അനുസന്ധാനങ്ങളും ജോലിയിലും യാത്രയിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും നീ ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും ഐക്യവും സലാമത്തും സന്തോഷവും നൽകണമല്ല. അല്ലാഹുവിനെ ആക്കി നന്നാക്കി തരണമല്ല. മരണമാസന്നമാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. മുത്തഖീങ്ങളോടൊപ്പം ഉൾപ്പെടുത്തണം അല്ലാഹ്. അതിയായ ഔദാര്യങ്ങൾ ചെയ്യണം അല്ലാഹ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدينا ولمن مات منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله عليه وسلم الحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിങ്ങളുടെ വലിയ ദുആകൾക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു